വാക്ക് സൈക്കിളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. വാക്ക് സൈക്കിൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അതിനകത്ത് ലോവർ ബോഡിയുടെ കാലിൻ്റെ മൂവ്മെൻറ്റും ഹിപ്പിൻ്റെ മൂവ്മെൻറ്റും മാത്രമാണ് നമ്മൾ പഠിച്ചിരുന്നത്. ആ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന റെഫറൻസ് ഇതായിരുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്, നമ്മൾ പരിചയപ്പെട്ടതാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് അപ്പർ ബോഡിയുടെ കൺട്രോളാണ്. അപ്പർ ബോഡിയുടെ കൺട്രോൾ ഇത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പത്തിൽ തീരും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഡീറ്റെയിൽ ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഡീറ്റെയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, 1-ലും 25-ലും 13-ലും കീ ചെയ്തതിന് ശേഷം അതിൻ്റെ ഇൻ ബിറ്റ്വീൻ നമ്മൾ സെറ്റ് ചെയ്തത്. ഇനിയും ഞാൻ പറയുവാണ്, ഇനിയും നമുക്ക് അതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആഡ് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആഡ് ചെയ്യാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എന്നുള്ളത് അണ്ടർലൈൻ ഇട്ട് തന്നെ നോക്കുക. അതായത് നമ്മളിത് ചെയ്ത് നോക്കുന്ന സമയത്ത്, ഒരു ആനിമേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എല്ലാം ഫീൽ കിട്ടുന്നുണ്ട്, നല്ല പ്രിൻസിപ്പിളിനനുസരിച്ച് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അഡീഷണൽ നമ്മൾ അതിനകത്ത് കണ്ടന്റ് ആഡ് ചെയ്ത് അലമ്പാക്കാൻ പോകണ്ട. നമുക്ക് ഇപ്പം നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു സെക്കൻഡ് ഒപ്പീനിയൻ അല്ലെങ്കിൽ തേർഡ് ഒപ്പീനിയനും കൂടെ എടുത്തതിന് ശേഷം അതിന് പ്രശ്നമൊന്നുമില്ല, കാണാൻ നല്ല രസമുണ്ട് എന്ന് മറ്റുള്ളവർ അഭിപ്രായപ്പെടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ഡീറ്റെയിൽ ചെയ്യാൻ നിൽക്കരുത്. ഡീറ്റെയിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്യുക. ഓക്കെ, അത് കാലിന് ഇൻ ബിറ്റ്വീൻ കൊടുക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, കാലിന് ഇൻ ബിറ്റ്വീൻ എന്തായാലും കൊടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ അപ്പർ ബോഡി ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ഹിപ്പിന് വന്ന് കൺട്രോൾ വീണ്ടും നമുക്ക് കുറച്ച് കൺട്രോൾ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ പോസസ് നമുക്ക് പിടിച്ച് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും, കുറച്ച് ഡീറ്റെയിൽ കൊടുക്കേണ്ടതായിട്ട് വരും. അതിനെയാണ് ഞാൻ പറഞ്ഞത്. അത് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. ഹിപ്പിന് ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്ന ചേഞ്ചസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മളിതിപ്പോൾ കുറച്ച് എക്സാഗ്രേറ്റ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ഈ ഹിപ്പിൻ്റെ ഒക്കെ വാല്യൂ നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടി, നമ്മൾ നടക്കുന്ന സമയത്ത് ഹിപ്പ് ഇത്രയൊന്നും അടിക്കത്തൊന്നുമില്ല, പക്ഷേ അതിൻ്റെ പ്രിൻസിപ്പിൾസ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ കീ ഫ്രെയിം നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഇത് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്. ഇത്രത്തോളം എന്ത് ചെയ്യുന്നത്, മുകളിലേക്കും താഴേക്കും വരും, പക്ഷേ ഇത്രത്തോളം ഒന്നും അടി നമുക്ക് അതിനകത്ത് ഫീൽ ചെയ്യത്തില്ല. ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചതിന് ശേഷം പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഹിപ്പിന് ഇപ്പോൾ എക്സാമ്പിൾ ഹിപ്പാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഹിപ്പിന് ഞാൻ 1-ൽ വെച്ചിട്ട് -0.5 കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം 4 വന്നപ്പോഴത്തേക്ക് ഞാൻ അതിനെ അടുത്ത വാല്യൂ, അതിൻ്റെ തൊട്ട് താഴത്തെ വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ 0.5-നും -1-നും ഇടയ്ക്ക്, -0.5-നും -1-നും ഇടയ്ക്ക് വീണ്ടും ഒരുപാട് വാല്യൂ ഉണ്ട്. -0.5, -0.6, -0.7, അങ്ങനെ ഒരുപാട് വാല്യൂസ് ഉണ്ട്. വീണ്ടും ഡെസിമലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും 0 ഒക്കെ ചേർക്കുന്ന സമയത്ത് ഒരുപാട് വാല്യൂ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ വാല്യൂലൊക്കെ നിർത്തിയാലും മതി നമുക്ക് ഈ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വാക്ക് സൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മളിത് പഠിക്കുമല്ലേ, പഠിക്കുന്ന സമയത്ത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് -0.5-ൽ നിന്ന് പിന്നെ തീരെ -1-ലേക്ക് വന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത 7ാമത്തെ ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് വീണ്ടും തിരിച്ച് -0.5-ലേക്ക് വരുവാണ്. പക്ഷേ നമ്മുടെ ഈ റെഫറൻസിനനുസരിച്ച് ഇതിനകത്ത് ഹിപ്പിന്റെ പൊസിഷൻ എത്രത്തോളം ഉയരണ്ട, തിരിച്ച് -0.5-ന്റെ അത്ര ഉയരണ്ട, ഇതിന്റെ ഇടയ്ക്ക് നിന്നാൽ മതി. പക്ഷെ ഞാൻ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഹിപ്പിന് ഇത്രത്തോളം ഒരു അടി നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ അത് പ്രശ്നമൊന്നുമല്ല, ഇങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടുന്നത്. ഇത്രത്തോളം അടി വരത്തില്ലെന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അപ്പർ ബോഡി ചെയ്യാം. അപ്പർ ബോഡി ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഈ കൈ അകത്തിയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അതിനെ താഴ്ത്തി വയ്ക്കുക. അപ്പോൾ ഒന്നാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്യുക. ഒന്നാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്തതിന് ശേഷം ഈ കൈ സെലക്ട് ചെയ്ത് കൊടുക്കുക. റൊട്ടേഷനാണ്, കൈക്കൊക്കെ ആണ്, നമുക്ക് റൊട്ടേഷനാണ് കൊടുക്കേണ്ടുന്നത്. കൊടുക്കുക. ഇത് റൊട്ടേറ്റ് ചെയ്ത് താഴേക്ക് കൊണ്ടുവരിക. ഓക്കെ ആവുന്നുണ്ടോ? സിസ്റ്റം ചെറുതായിട്ട് ഹാങ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടുന്നത്, നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഈ കൈയെ ഒന്ന് താഴ്ത്തി കൊണ്ടുവരിക. അപ്പോൾ ഞാനിതൊരു -70 കൊടുക്കുകയാണ്. ഇവിടെ താഴ്ത്തുന്ന സമയത്ത് അവിടെ വാല്യൂ ചേഞ്ച് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വാല്യൂവിനെ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം -70 കൊടുത്തു. -70 കൊടുത്തപ്പോൾ വീണ്ടും കുറച്ചുകൂടെ അകന്നാണ് നിൽക്കുന്നത്. ഞാനൊരു -75 കൊടുത്തു നോക്കാം. -75 കൊടുത്തു, കുറച്ചുകൂടെ ഒന്ന് അടുത്തിട്ടുണ്ട്. 80 കൊടുത്തു നോക്കാം. -80. ഓക്കെ, -80 മതി. -80 കൊടുത്തു. ഇതും അതുപോലെ സെലക്ട് ചെയ്യുക. ഇപ്പോഴത്തെ കൈയുടെ കൺട്രോൾ എന്ന് പറയുന്നത് ഇതാണ്. അത് സെലക്ട് ചെയ്തതിന് ശേഷം അത് താഴ്ത്തുക. അതും -80 ആണ് അല്ലേ, താഴേക്കല്ലേ താഴ്ത്തേണ്ടത്. അപ്പോൾ -80, മറ്റേ കൈയുടെ സെയിം വാല്യൂ തന്നെയാണ് ഇതിനും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിത് താഴ്ത്തിയതിന് ശേഷം 1-ൽ വെച്ചിട്ട് കീ ചെയ്യുക. 2 കൈക്കും ഞാൻ 1-ൽ വെച്ചിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്, കീ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? 2 കൈക്കും ഞാൻ 1-ൽ വെച്ചിട്ട്
കീ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒന്നിലുള്ള കോൺടാക്ട് പോസിൽ വലത്തെ കാല് ഫ്രണ്ടിലോട്ടും ഇടത്തെ കാല് ബാക്കിലോട്ടുമാണ് ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ വീശുന്നത് എങ്ങനെയാണ്? ഫ്രണ്ടിലോട്ട്, ഇപ്പോൾ വലത്തെ കാലല്ലേ ഫ്രണ്ടിലോട്ട് ഇരിക്കുന്നത്, ഈ കേസിൽ വലത്തെ കാല് ഫ്രണ്ടിലോട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏത് കൈ ആയിരിക്കും ഫ്രണ്ടിലേക്ക് വരേണ്ടുന്നത്? ഈ കൈയല്ലേ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള കൈയല്ലേ ഫ്രണ്ടിലേക്ക് വരിക, ആണല്ലോ. അപ്പോൾ ഈ കൈ നമ്മൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ പിടിക്കേണ്ടുന്നത് റൊട്ടേറ്റ് വൈ വാല്യൂ ആണ്. റൊട്ടേറ്റ് വൈ വാല്യൂ കണ്ടോ? റൊട്ടേറ്റ് വൈ വാല്യൂ ഇവിടെ നമ്മൾ റൊട്ടേറ്റ് വൈ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യരുത്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പിടിച്ച് റൊട്ടേറ്റ് വൈ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നിലധികം വാല്യൂസ് ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ റൊട്ടേറ്റ് വൈ എഴുതിയിരിക്കുന്നിടത്ത് വന്ന് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. സീനിലേക്ക് വന്നതിന് ശേഷം മിഡിൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുക. ഓക്കെ, ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് സൈഡ് വ്യൂവിൽ വന്ന് നോക്കുക. കാലിൻ്റെ ആംഗിൾ എങ്ങനെയാണോ ആ ആംഗിളിന് അനുപാതമായിരിക്കണം കൈയുടെ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ കാല് ഇങ്ങനെയാണ് ചരിഞ്ഞിരിക്കുന്നത്. ഏകദേശം നമുക്ക് കൈ നോക്കുന്ന സമയത്ത് കൈയും അതേ ആംഗിളിനനുസരിച്ചിരിക്കണം. അപ്പോൾ ഞാനിത് -4.1 സംതിങ് ആയിരിക്കണം. അതിനെ ഞാൻ -40 ആക്കി കൊടുത്തു. ക്ലിയർ ആയല്ലോ? യെസ്. ഓക്കെ, അപ്പോൾ ഇപ്പുറത്തെ കൈ ഫ്രണ്ടിലേക്കാണെന്നുണ്ടെങ്കിൽ മറ്റേ കൈ എങ്ങോട്ടായിരിക്കും? ബാക്കിലേക്കായിരിക്കും അല്ലേ. ബാക്കിലേക്ക് നമ്മൾ എത്രയാണ് കൊടുത്തിരിക്കുന്നത്? മറ്റേതിനകത്ത് -40 അല്ലേ കൊടുത്തത്, അപ്പോൾ ഇതിനകത്ത് 40 കൊടുക്കുക. 40 കൊടുത്തിട്ട് എസ് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? ഓരോ ചേഞ്ച് നമ്മൾ കൊടുക്കുന്ന സമയത്തും ഒന്നാമത്തെ ഫ്രെയിമിൽ കീ വീണുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ എസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ അതിന് കീ കൊടുത്തു. നമ്മുടെ ഇപ്പുറത്തെ കൈക്ക് നമ്മൾ കീ കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ കോൺടാക്ട് പോസിൽ നമ്മൾ പറഞ്ഞതുപോലെ 1 25 സെയിം ആണ്, 13-നകത്താണ് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും അങ്ങനെ തന്നെയാണ്. നമ്മൾ 1-ലും 25-ലും സെയിം ആണ് കൈയുടെ. അപ്പോൾ കൈയുടെ രണ്ട് കർവും സെലക്ട് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് പിടിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം 25-ാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് എസ് കൊടുക്കുക. എസ് കൊടുക്കുന്ന സമയത്ത് കണ്ടോ 1-ഉം 25-ഉം സെറ്റായി കഴിഞ്ഞു. ഇനി 13-ൽ വരിക. 13-ൽ വരുമ്പോഴത്തേക്ക് നമ്മൾ വെറുതെ മൈനസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്താൽ മതി. ഈ കൈ സെലക്ട് ചെയ്തേ, ഈ കൈ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ എത്ര -40 കിടക്കുന്നത്, അതിനെ 40 ആക്കുക. 40 ആക്കി എസ് കൊടുത്തു. അപ്പുറത്തെ കൈ എത്രയാണ് കിടക്കുന്നത്? 40 കിടക്കുന്നത്, അതിനെ നമ്മൾ -40 ആക്കി. കണ്ടോ, കാല് ഓപ്പോസിറ്റ് വരുമ്പോൾ കൈയും ഓപ്പോസിറ്റ് വരുന്നുണ്ട്. പ്ലേ ചെയ്ത് നോക്കിയേ. കണ്ടോ, നടക്കുമ്പോൾ കൈ വീശുന്നുണ്ട്. കണ്ടോ? പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമുള്ളത്, ഇപ്പോൾ ഒരു കൈ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഒരു റോബോട്ടിക് മൂവ്മെന്റ് ആണ്. കൈയൊക്കെ സ്ട്രൈറ്റ് വെച്ച് മുട്ടൊന്നും ബെൻഡ് ആവുന്നില്ല. പക്ഷെ നമ്മൾ നടക്കുന്ന സമയത്ത് മുട്ട് ബെൻഡ് ആവുന്നുണ്ടോ? നിങ്ങളൊന്ന് എണീറ്റ് നടന്നു നോക്കിയേ. അപ്പോൾ മുട്ട് ബെൻഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ കൈയുടെ മുട്ടാണ് ഉദ്ദേശിക്കുന്നത്. കൈയുടെ മുട്ട് ബെൻഡ് ആവുകയാണെങ്കിൽ എന്ത് ചെയ്യുള്ളൂ? കുറച്ചുകൂടെ ഒരു ഫീൽ നമുക്ക് കിട്ടുള്ളൂ. ഇതിപ്പോൾ ഭയങ്കര റോബോട്ടിക്, കൈയൊക്കെ റോബോട്ട് സ്ട്രൈറ്റ് ആയിട്ടൊക്കെ പൊക്കുന്നത് പോലെ അല്ലെങ്കിൽ വീശുന്നത് പോലെ ആയിപ്പോയി. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ കൊണ്ടുവരണം. ആ ഡീറ്റെയിൽ ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സ്റ്റോപ്പ് ചെയ്യട്ടെ. ഓക്കെ, ഇത് ഇത്രയും ക്ലിയർ ആയല്ലോ. 1 25 13-ൽ നമ്മൾ രണ്ട് കൈക്കും കീ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. കീ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ ഡീറ്റെയിൽ ആഡ് ചെയ്യുക. സൈഡ് വ്യൂവിൽ വന്നേ. നമ്മൾ നേരത്തെ 1-ൽ നിന്ന് നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്തല്ലേ പഠിച്ചത്. അതായത് 1-ൽ നിന്ന് കീയെ നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്ത് നോക്കും. മൂവ് ചെയ്ത് നോക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് വരുന്ന കൈ ഏതാണെന്ന് നോക്കുക. ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് വരുന്ന കൈ ഏതാണെന്ന് നോക്കിയതിന് ശേഷം 4-ൽ വെച്ചിട്ട്, അതായത് ആദ്യം 1-ൽ വയ്ക്കുക, ഈ മുട്ടിൻ്റെ അതിനെ നോർമൽ കീ ചെയ്യുക, എസ് കൊടുക്കുക. 1-ൽ വെച്ചിട്ട് മുട്ടിൻ്റെ കൺട്രോളിന് കീ കൊടുത്തു. കീ കൊടുത്തതിന് ശേഷം 4-ൽ കൊണ്ടുവച്ചതിന് ശേഷം ഇതിനെ ഒന്ന് ബെൻഡ് ചെയ്യാം മുകളിലേക്ക്. ഇവിടെ ഒരു വാല്യൂ റൊട്ടേറ്റ് വൈ വാല്യൂ മാത്രമേ ബെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ റൊട്ടേറ്റ് വൈ എന്ന് പറയുന്നത് ഞാനിങ്ങനെ ബെൻഡ് ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് കുറച്ചൊന്ന് ബെൻഡ് ആവുന്നുണ്ട്. അപ്പോൾ അതൊരു -25 ആക്കി വയ്ക്കുക. -25 വാല്യൂ കൂടുതലാണ്. ഞാൻ പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടെ എന്ത് ചേഞ്ചാണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സാഗ്രേറ്റ് ചെയ്യുന്നു. നമ്മൾ പ്രിൻസിപ്പിളിനകത്ത് പഠിച്ച ഓർമ്മയുണ്ടല്ലോ, എക്സാഗ്രേഷൻ. കുറച്ച് എക്സാഗ്രേറ്റ് ചെയ്തിട്ട് ഈ മടക്കുന്നുണ്ട്. ഇത്രയൊന്നും മടക്ക് വരണ്ട, വന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കുറച്ച് 25 എന്നുള്ള വാല്യൂ ഞാൻ കൊടുത്തതേ ഉള്ളൂ. 4-ൽ കൊണ്ടുവച്ച് ഞാൻ അതിന് എസ് കൊടുത്തു. അപ്പോൾ 1-ൽ നിന്ന് 4-ലേക്ക് വരുന്ന സമയത്ത് നോക്കുക, സ്ട്രൈറ്റ് ആയിട്ടിരിക്കുന്ന കൈ കണ്ടോ, ആ മുട്ടൊന്ന് വീശി മടങ്ങിയിട്ടാണ് ബാക്കിലേക്ക് വരുന്നത്. കണ്ടോ ഇവിടെ നിന്ന് കൈ മടങ്ങിയാണ് ബാക്കിലേക്ക് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ മുട്ടിന് താഴേക്ക്, അതായത് ഇവിടെ ജോയിന്റ് ഉണ്ട്, ഇവിടെ ജോയിന്റ് ഉണ്ട്, ഇവിടെ ജോയിന്റ് ഉണ്ട്. നമ്മളൊരു കല്ല് കയറിൽ കെട്ടിയതിന് ശേഷം ഞാൻ ആ കൈ പിടിച്ച് ആട്ടുവാണെന്നുണ്ടെങ്കിൽ, ആ കല്ലിനെ പിടിച്ച് ആട്ടുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൈ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് കാലിൽ ഫ്രണ്ടിലേക്ക് മൂവ് ആവും. കൈ അപ്പം തന്നെ ബാക്കിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് കല്ല് ഫ്രണ്ടിലോട്ട് മൂവ് ആയിക്കൊണ്ടിരിക്കുക. കൈ നമ്മൾ ബാക്കിലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ഈ കല്ല് എന്ത് ചെയ്യത്തേ ഉള്ളൂ? ഫ്രണ്ടിലേക്ക് ആടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ?
ഓക്കെ, ഒരു പെൻഡുലത്തിന്റെ മൂവ്മെന്റ് നോക്കിയാൽ മതി, അതുപോലെയാണ് നമ്മുടെ കൈയുടെ മൂവ്മെന്റ്. അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണാപ്പാടം പഠിച്ചു വെച്ചേക്കുക. നമ്മൾ 1 നിന്ന് 4 വരുന്ന സമയത്ത് മുട്ട് മടങ്ങി ഇറങ്ങേണ്ടത്, ഇറങ്ങിയിട്ട് 13 വരത്തില്ലേ, 13 വരുന്ന സമയത്ത് ഇത് വീണ്ടും 0 ആവണം. അപ്പോൾ ഈ -25 എന്ന് കിടക്കുന്നത് അവിടെ വരുന്ന സമയത്ത് വീണ്ടും 0 ആയി. 0 ആയി, അതിനെ ഞാൻ അവിടെ വെച്ച് എസ് കൊടുത്തു, കീ ചെയ്തു. കീ ചെയ്തതിന് ശേഷം ഇനി 13 നിന്ന് 16 ഈ കൈ തിരിച്ചു വരത്തില്ലേ, തിരിച്ചു വരുന്ന സമയത്ത് ഈ കൈ ബാക്കിലേക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ആവത്തൊന്നുമില്ല, എന്നാലും നമ്മൾ കുറച്ചൊരു വാല്യൂ റൊട്ടേറ്റ് ചെയ്തിട്ടയക്കുക. അതായത് 10, എക്സാഗറേഷൻ ആണ് പ്രിൻസിപ്പിൾ. ഓക്കെ, 10 കൊടുത്തിട്ടയക്കുക, എസ് കൊടുത്തു. ഓക്കെ, ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക്, അതായത് ബാക്കിൽ നിന്ന് അത് വരുന്ന സമയത്ത് കൈ അങ്ങനെ നിന്ന് കുറച്ചൊന്ന് ബാക്കിലേക്ക് ബെൻഡ് ചെയ്ത് ഫ്രണ്ടിലേക്ക് വരുന്നത് പോലെ. ഓക്കെ, ഇനി കൈ തിരിച്ച് ഇവിടെ വരുന്ന സമയത്ത് 25 വരുന്ന സമയത്ത് ഇത് എത്രയാവണം, 0 ആക്കണം, എസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ കൈ വീശുന്ന സമയത്ത് ബെൻഡായി ഇങ്ങനെ വന്ന് സ്ട്രൈറ്റ് ആയി തിരിച്ച് ഇവിടെ വരുന്ന സമയത്ത് വീണ്ടും തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് ബെൻഡായിട്ടായിരിക്കും വരണത്. ക്ലിയർ ആവുന്നുണ്ടോ? ഈ ഒരു മൂവ്മെന്റ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി മറ്റേ കൈക്ക് ആനിമേഷൻ കൊടുക്കണം. മറ്റേ കൈക്ക് നമ്മളിപ്പോൾ ഒന്നും കൊടുത്തിട്ടില്ല. മറ്റേ കൈയുടെ മുട്ട് സെലക്ട് ചെയ്യുക, 1 എസ് കൊടുക്കുക. 1 എസ് കൊടുത്തിട്ട് ഇതിപ്പോൾ ബാക്കിൽ നിന്നല്ലേ വരുന്നത്. ബാക്കിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മൾ മറ്റേ കൈക്ക് എന്താ കൊടുത്തിരുന്നത്, ഇത് ബാക്കിലേക്ക് കുറച്ച് ബെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. എത്രയാണ് കൊടുത്തിരുന്നത്, ഒരു 10 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കൊടുക്കുക, എസ് ആണേ. അത് കഴിഞ്ഞിട്ട് 13 വരുന്ന സമയത്ത് അത് നോർമൽ ആവണം, 0 കൊടുക്കുക, എസ്. ഇനി ഇതിന് 13 നിന്ന് 16 മൂവ് ചെയ്യുമ്പോൾ ആ കൈ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് ഇറങ്ങുമല്ലേ. ആ ബാക്കിലേക്ക് ഇറങ്ങുന്ന സമയത്ത് 16 വെച്ചിട്ട് നമ്മൾ നേരത്തെ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ്, മറ്റേ കൈ ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് ഒരു 25 എന്ന് പറയുന്നത്, -25 എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പുറത്തെ കൈ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇവിടെയും കൊടുത്തു, എസ് കൊടുക്കുക. അപ്പോൾ ഈ കൈ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കണ്ടോ, അവിടെ നിന്ന് ബെൻഡായി ഇവിടെ വരുന്ന സമയത്ത് നോർമൽ ആക്കുക, 0, എസ്. ഇനി നമുക്കൊന്ന് മൂവ് ചെയ്ത് നോക്കാം, ഇനി ഒന്ന് ആനിമേഷൻ ചെയ്ത് നോക്കാം. നിങ്ങൾ കൈ ജോയിന്റ് മാത്രം ശ്രദ്ധിക്കുക, വേറെ അങ്ങ് ശ്രദ്ധിക്കരുത്. കണ്ടോ, കൈ കറക്റ്റായിട്ട് ആടുന്നത് പോലെ, നേരത്തെ പോലെ അല്ല. കണ്ടോ, നേരത്തെ കൈ ഭയങ്കര സ്ട്രൈറ്റ് ആയിട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ കണ്ടോ, കൈയുടെ താഴേക്ക്, മുട്ടിന് താഴേക്ക് ചെറിയൊരു പെൻഡുലത്തിന്റെ മൂവ്മെന്റ് വരുന്നുണ്ട്, ഒരു ആട്ടം വരുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇതുപോലെ തന്നെ നമുക്ക് വിരലിനകത്ത് ഡീറ്റെയിൽ ആടി. ഇപ്പോൾ വിരൽ കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ടാണ് പിടിച്ചിരിക്കുന്നത്, പുള്ളി പെരുവിരല് മറ്റേ വിരലുകളൊക്കെ സ്ട്രൈറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഇതുപോലെ കീ ചെയ്യാൻ പറ്റും, ഡീറ്റെയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കീ കൊടുക്കാൻ പറ്റും. പക്ഷേ ഇതിപ്പോൾ നമുക്ക് ഒരാൾ നടക്കുന്ന കറക്റ്റ് മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം, അല്ലേ. ഒരാൾ കറക്റ്റായിട്ട് നടക്കുന്ന മൂവ്മെന്റ് നമുക്ക് ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറെ ഡീറ്റെയിൽ ആഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ആഡ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇവിടെ നമുക്കിപ്പോൾ ഒരു ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്താണ് ഡീറ്റെയിൽ എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ചെസ്റ്റിന്റെ മൂവ്മെന്റ് നമ്മൾ നിർണ്ണയിക്കുന്നത്, ചെസ്റ്റിന്റെ ട്വിസ്റ്റ് ഒക്കെ നിർണ്ണയിക്കുന്നത് ഈ ഒരു കൺട്രോൾ വെച്ചിട്ടാണ്. ക്ലിയർ ആയല്ലോ? കണ്ടോ, അതിങ്ങനെ തിരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഇപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് ഫ്രണ്ടിലോട്ട് വരുവാണ്. അങ്ങനെ ഫ്രണ്ടിലോട്ട് നീക്കുന്ന സമയത്ത് ഈ ചെസ്റ്റിന് ചെറിയൊരു ട്വിസ്റ്റ് ഇങ്ങനെ വരാൻ സാധ്യതയില്ലേ? വരാൻ സാധ്യത ഉണ്ടല്ലോ. ആ ട്വിസ്റ്റ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുക, ഒന്നാമത്തെ കോൺടാക്ട് പോസ് ഒന്നാമത്തെ ഫ്രെയിമിൽ നിൽക്കുവാണ്. ഒന്നാമത്തെ ഫ്രെയിമിൽ നിൽക്കുന്ന സമയത്ത് ഇതിന് ചെസ്റ്റിന് ചെറിയൊരു ട്വിസ്റ്റ് കൊടുക്കണം, വളരെ ചെറിയ ഒരു ട്വിസ്റ്റ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെയാണ് വാല്യൂ മാറുന്നത്. ഇവിടെ ഒരു -10 എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുത്തു, ഞാൻ എസ് കൊടുത്തു. ഇനി ഈ കൈ ബാക്കിലേക്ക് ഇറങ്ങുന്ന സമയത്ത്, ബാക്കിലേക്ക് ഇറങ്ങി തിരിച്ചവിടെ 13 വരുന്ന സമയത്ത് മറ്റേ കൈ ഫ്രണ്ടിലേക്ക് വരുന്നുണ്ടല്ലേ. മറ്റേ കൈ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഈ -10 എന്ന് പറയുന്നത് +10 നമ്മൾ ബെൻഡ് ചെയ്ത് കൊടുക്കുക. +10 കൊടുത്താൽ മതി, എസ് കൊടുക്കുക. ഇനി വീണ്ടും ഈ ഇത് തിരിച്ചു പോകില്ലേ, ഷോൾഡർ തിരിച്ചു പോകുന്ന സമയത്ത് -10, 25 വെച്ചിട്ട് -10, എസ്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ കൈ മൂവ് ചെയ്യുന്ന സമയത്ത് ആ ഫേസിന്റെ മൂവ്മെന്റ് കണ്ടോ, തലയ്ക്ക് ചെറിയൊരു ആട്ടം വരുന്ന കണ്ടോ. അപ്പോൾ ഡീറ്റെയിൽ കണ്ടോ, ഇങ്ങനെ നമുക്ക് കൊടുത്തുകൊണ്ടിരിക്കുക അതിനകത്ത്. ഇനി ഹിപ്പിനും ഇതേ ഡീറ്റെയിൽ നമുക്ക് ഹിപ്പിനും കൊടുക്കാം. എന്താണ്, ഇപ്പോൾ കാല് ഫ്രണ്ടിലേക്ക് വെക്കുന്ന സമയത്ത് ഞാൻ കൊടുക്കുന്നില്ല, ജസ്റ്റ് പറയുന്നതാണ്. നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക, നിങ്ങൾ കൊടുത്തു നോക്കുക, എക്സസൈസ് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഹിപ്പിന്റെ ഈ ഒരു മൂവ്മെന്റ്, ഇത് ഞാൻ കൊടുത്തിട്ട് കണ്ടോ, കാല് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കാലല്ലേ ഫ്രണ്ടിലേക്ക് ഇരിക്കുന്നത്, ആ കാല് ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യണം, ഫ്രണ്ടിലേക്ക് വരണം. അത് ഇവിടെ റൊട്ടേറ്റ് വൈക്കാത്ത 10 കൊടുക്കുവാണ് അല്ലേ. ഇവിടെ 10 കൊടുത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഹിപ്പ് കുറച്ച്, ഈ കാല് ഫ്രണ്ടിലോട്ട് വരുന്ന സമയത്ത് ഹിപ്പ് കുറച്ച് ഫ്രണ്ടിലേക്ക് വരുന്നതായിട്ട് കണ്ടോ. അത് എന്ത് കൊടുക്കുക, എസ് കൊടുക്കണം. എസ് കൊടുക്കുന്ന സമയത്ത് അവിടെ കീ ആവും.
പിന്നെ അടുത്ത് പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമുള്ളത്, ഞാനിപ്പോൾ ഇവിടെ എസ് കൊടുത്തു. എസ് കൊടുത്തിട്ട് തൊട്ട് നാലാമത്തെ ഫ്രെയിമിൽ വരുന്ന സമയത്ത് തന്നെ ഇതിന്റെ വാല്യൂ 0 ആയി പോകുന്നുണ്ട് കേട്ടോ. അതായത് 1 ഞാൻ 10 കൊടുത്തത്, കാല് ഫ്രണ്ടിലോട്ട് തന്നെ ഇരിക്കുവാണ് അല്ലേ. 4 വരുമ്പോഴും വലിയ ചേഞ്ചസ് ഒന്നും വരുന്നില്ല, കാല് ഫ്രണ്ടിലോട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ ഹിപ്പ് എന്തായി പോകുന്നുണ്ട്, നോർമലായി പോകുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മൾ ചെയ്യേണ്ടുന്നത്, നമ്മൾ ഇവിടെ എത്ര വാല്യൂ ആണോ കൊടുത്തത്, റൊട്ടേഷന് വേണ്ടിയിട്ട് 10 അല്ലേ കൊടുത്തിരിക്കുന്നത്, 10 കൊടുത്ത് നമ്മൾ കീ ചെയ്തിട്ടുണ്ട്. അത് എവിടെ വരുമ്പോൾ നോർമലായാൽ മതി. നമ്മൾ പാസിങ്ങിൽ വരുന്ന സമയത്ത് 7 പാസിങ് വരുന്നത്, പാസിങ്ങിൽ 2 കാലും ഏകദേശം ഒരേപോലെയാണ് വരുന്നത്, അവിടെ എത്തുമ്പോൾ മാത്രം നോർമലായാൽ മതി. അപ്പോൾ നമ്മൾ 4 എത്ര കൊടുക്കേണ്ടുന്നത്, 4 ഈ ഇവിടെ കൊടുത്തതിൻ്റെ പകുതി 4 കൊടുക്കണം. അത് നിങ്ങൾ ഓർത്തിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ഡീറ്റെയിൽ വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി. കുറച്ച് ഒരു ടഫാണ് എന്ന് പറഞ്ഞാൽ പഠിക്കേണ്ട എന്നല്ല, ഇത് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. കാരണം അനിമേഷനിൽ എത്ര ഡീറ്റെയിൽ കൊടുക്കുന്നു അത്രത്തോളം നമുക്ക് അതിനകത്ത് ഫീൽ കൊണ്ടുവരാൻ പറ്റും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞാനിത് പറയണ്ടെന്ന് വിചാരിച്ചിട്ട് പോലും ഞാൻ പറഞ്ഞു തരുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ 1 വെച്ചിട്ട് 10 കൊടുത്തു. അപ്പോൾ 4 വരുന്ന സമയത്ത് എന്ത് ചെയ്യണ്ട, നോർമൽ ആവണ്ട, കുറച്ചൊരു ഹാഫ് വന്നാൽ മതി. 5 കൊടുക്കുക. ഓക്കെ, 5 കൊടുത്തു. ഇവിടെയാണ് 5 കൊടുക്കേണ്ടത്. 5 കൊടുക്കുക. 5 കൊടുക്കുന്ന സമയത്ത് ആ ട്വിസ്റ്റ് അങ്ങനെ കുറച്ച് നേരം നിൽക്കും. എസ് കൊടുക്കുക. എന്നിട്ട് 7 വരുന്ന സമയത്ത് എന്ത് കൊടുക്കുക, 0 കൊടുക്കുക. 0 കൊടുത്തു. അവിടെ ഓൾറെഡി കീ സെറ്റ് ചെയ്തിട്ടുണ്ട്. യെസ്, ഓക്കെ. ഇനി മറ്റേ കാലം മുമ്പോട്ട് വരുമല്ലേ. മറ്റേ കാലം മുമ്പോട്ട് വരുന്ന സമയത്ത്, ഏത് കാലം മുമ്പോട്ട് വരുന്നത് നോക്കുക, ഈ കാലല്ലേ മുമ്പോട്ട് വരുന്നത്. ഈ കാലം മുമ്പോട്ട് വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ബെൻഡ് ആവണം. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 10 വെച്ച് ഫുൾ ബെൻഡ് ആവണ്ട. എന്ത് കൊടുത്താൽ മതി, -5. യെസ്. എന്നിട്ട് എവിടെ വെച്ചാൽ ഫുള്ള് ബെൻഡ് ആവേണ്ടുന്നത്, 13 എത്തുമ്പോഴല്ലേ ആ കാല് മാക്സിമം ഫ്രണ്ടിൽ വരുന്നുള്ളൂ. ആ സമയത്ത് നമ്മൾ എത്ര കൊടുത്താൽ മതി, 10 കൊടുത്താൽ മതി. 10 അല്ല, സോറി, ആ കാല് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ -10 അല്ലേ. യെസ്, മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ നോക്ക്, കാണാപ്പാടം പഠിച്ചു വയ്ക്കാനും എളുപ്പമാണ്. 1 മുതൽ 13 വരെയുള്ള ഫ്രെയിം നോക്കിയേ. 1 ഫ്രണ്ടിലേക്ക് ഇരിക്കുന്ന കാലിൻ്റെ ആ സൈഡിലേക്ക്, അതായത് ഏത് കാലാണോ ഫ്രണ്ടിലേക്ക് ഇരിക്കുന്നത് ആ സൈഡിലേക്ക് ഹിപ്പ് റൊട്ടേറ്റ് ചെയ്യുക. അവിടെ എത്രയാണ്, 10 കൊടുത്തു. തൊട്ടടുത്ത കീ ഏതിലാണ്, 4 വരുന്നത്, അവിടെ 5 കൊടുത്തു. ഇവിടെ നോക്കിയാൽ മതി, 5 കൊടുത്തു. ഇനി 7 എത്രയാണ്, 0 കൊടുത്തു. 7 വരുമ്പോൾ കാല് ഏകദേശം ഒരുപോലെ വരുന്നുണ്ട്, അപ്പോൾ ഹിപ്പ് സ്ട്രൈറ്റ് ആണ്. ഇനി അത് കഴിഞ്ഞ് മറ്റേ കാല് ഫ്രണ്ടിലേക്ക് വരുമല്ലേ. ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് -5, ഇവിടെ -10. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത് നോക്കാം. 13 നിന്ന് അടുത്ത് തിരിച്ചു പോവുകയാണ് അല്ലേ. ഇനി റിട്ടേൺ പോവുകയാണ്. 13 നിന്ന് ഈ കാല് തിരിച്ചു പോവുകയാണ്. 13 നിന്ന് കാല് തിരിച്ചിറങ്ങുന്ന സമയത്ത് വീണ്ടും 16 വെച്ചിട്ട് എത്ര കൊടുക്കണം, ഇവിടെ 0 ആയി പോവുകയാണ്. 0 കൊടുക്കണ്ട. ഇവിടെ എത്രയാന്ന് നോക്കിയേ, -10 അല്ലേ. -10ന്റെ പകുതി എത്രയാണ്, -5. യെസ്. എവിടെ വെച്ച് നോർമല്, ഇവിടെ അല്ലേ പാസിങ് വരുന്നത്. പാസിങ് പോസ് വരുന്ന സമയത്ത് നോർമൽ മതി. കണ്ടോ, എസ് കൊടുത്തു. ഇനി മറ്റേ കാല് ഫ്രണ്ടിലേക്ക് വരുമല്ലേ. മറ്റേ കാല് ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഫുള്ള് ഫ്രണ്ടിലേക്ക് വന്നിട്ടില്ല. ഫുള്ള് ഫ്രണ്ടിലും 25 ഫുള്ള് ഫ്രണ്ടിലേക്ക് വരുള്ളൂ. അപ്പോൾ ഇതെങ്ങോട്ട് മൂവ് ചെയ്യണം, ഇങ്ങോട്ടൊന്ന് ബെൻഡ് ചെയ്യണം. ബെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ എത്രയാണ് വാല്യൂ കൊടുത്തിരുന്നത്, 5. യെസ്. ഫുൾ ബെൻഡ് ചെയ്യുന്ന സമയത്ത് മാത്രം എത്ര മതി, 10 മതി. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ കാല് ലോവർ ബോഡി കീ ചെയ്യുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പർ ബോഡിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം അപ്പർ ബോഡിക്ക് നമ്മൾ എവിടേക്ക് കീ ചെയ്തിട്ടുള്ളൂ, 1, 25, 13 മാത്രമേ ചെയ്യുന്നുള്ളൂ. ഹിപ്പിന് നമ്മൾ ഓൾറെഡി താഴെ എന്താണ്, മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കീ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ട്വിസ്റ്റും കൂടെ അതിനകത്ത് കീ ആയി കിടക്കുവാണ് ഓൾറെഡി. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിനകത്തും എത്ര വാല്യൂ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി. എളുപ്പമാണ്. -10, -5, 0. ഇവിടെ +5, +10. എങ്ങനെയാണോ വാട്ട് എവർ, അത് മാറി മാറി വരും. കാല് മാറുന്നതിനനുസരിച്ച് മാറി മാറി വരും. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. ക്ലിയർ ആയല്ലോ? ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യട്ടെ. പ്ലേ ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഭയങ്കര മൂവ്മെൻ്റ് ആണ് സംഭവം. ഹിപ്പിന് മൂവ്മെൻ്റ് ഉണ്ട്. കണ്ടോ, ഹിപ്പിന് ഒരു ട്വിസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ സൈഡ് വ്യൂവിൽ നിന്ന് നോക്കിയാൽ അറിയാം. കണ്ടോ, ഹിപ്പിൽ ഇത് ഇവിടെ നോക്കിയേ, ഹിപ്പിലൊരു ട്വിസ്റ്റ് വരുന്നുണ്ട്, ചെസ്റ്റിലൊരു ട്വിസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഫേസിൽ നമുക്കത് കാണും. ഫേസും ചെറുതായിട്ടൊന്ന് എന്താണ്, ഒരു ലോക്കോമോഷൻ മൂവ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ വാക്ക് സൈക്കിൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. വാക്ക് സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് കറക്റ്റായിട്ട് ചെയ്ത് പഠിക്കുക. നിങ്ങൾ ഒരു ക്യാരക്ടർ മാത്രം, അതായത് ഈ ഒരു ക്യാരക്ടർ വെച്ച് മാത്രം നിങ്ങൾ ചെയ്യരുത്. കാരണം കാലിൻ്റെ കൺട്രോളിൽ വ്യത്യാസം ഉണ്ടാകും. ഇപ്പോൾ അതായത് വണ്ണമുള്ള ഒരാൾ നടക്കുന്നത് ഇങ്ങനെ ആയിരിക്കത്തില്ല. വണ്ണമുള്ള ഒരാൾ നടക്കുന്ന സമയത്ത് ഈ കൈ ഒന്നും ഇത്ര അടുക്കത്തില്ല, കുറച്ച് കൈയൊക്കെ അകത്തി വെച്ചിട്ടായിരിക്കും നടക്കുന്നത്. കാരണം കക്ഷത്തിൻ്റെ ആ ഭാഗത്തൊക്കെ ഫുൾ ഫാറ്റി ആയിട്ട് പുള്ളിക്ക് കൈയൊന്നും അടുപ്പിക്കാൻ പറ്റത്തില്ല. കാലും അതുപോലെ തന്നെ, കാലിലൊക്കെ ഭയങ്കരമായിട്ട് മസിലുള്ളവർക്ക് ഇങ്ങനെയൊന്നും നടക്കാൻ പറ്റത്തില്ല. വേറെ രീതിയിലായിരിക്കും നടക്കുന്നത്. നല്ല മസിലുള്ളവർ നടക്കുന്നത് കണ്ടിട്ടില്ലേ, അല്ലെങ്കിൽ നല്ല വയറുള്ള നല്ല ഫാറ്റി ആയിട്ടുള്ളവർ നടക്കുന്നത്. പിന്നെ ഈ എന്താണ്, പൊക്കം
കുറഞ്ഞവർ നടക്കുന്നത്, ഇതെല്ലാം വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിലെല്ലാം ബേസിക് കീ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ പിടിച്ച് വയ്ക്കുമ്പോഴത്തേക്ക് കൈയൊക്കെ ഇത്രയും താക്കേണ്ട, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ വണ്ണമുള്ള ഒരാളുടെ കൈ ഇത്രയും താക്കേണ്ട കാര്യമില്ല. അപ്പോൾ വണ്ണമുള്ള ആളാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇത്ര താക്കാതെ, താഴ്ത്തി ഇങ്ങനെ ഇടാതെ, ഇതേപോലെ തന്നെ കീയൊക്കെ ഇതുപോലെ തന്നെ ഇട്ട് പോയാൽ മതി. വേറെ വ്യത്യാസമൊന്നുമില്ല, വാല്യൂ ഒക്കെ സെയിം ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.